വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ലിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സിറോ മലബാർ സഭയിലെ സീനിയർ വൈദികനും പ്രമുഖ വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ക്രൈസ്തവ പ്രാർത്ഥനയിലെ നമ്മൾ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചത്. ആ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു പ്രാഥമിക വിവരണം അച്ഛൻ പ്രേക്ഷകർക്കായി കൊടുത്തു. നമ്മൾ പറഞ്ഞ 150 സങ്കീർത്തനങ്ങളുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ എല്ലാം രചിച്ച ദാവീദല്ല, പല കാലഘട്ടങ്ങളിലായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഈ സങ്കീർത്തനങ്ങൾ പല തരത്തിലുണ്ട്, പല സാഹിത്യ രൂപത്തിലുണ്ട്, ലാഭങ്ങളായിട്ട് അവരുടെ സ്തുതിപ്പായിട്ടൊക്കെ ആയിട്ട്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത്തവണ ഒന്ന് വിശദീകരിക്കാം. സങ്കീർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആരാധനാക്രമ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായതുകൊണ്ട് നമ്മുടെ കാനോന പ്രാർത്ഥനകളിലെ, കാനോനിക നമസ്കാരങ്ങളിലെ ഏത് കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴും നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹം വളരെ കോമൺ ആയിട്ട് ജനങ്ങൾക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. മാമോദീസ, സ്ഥൈര്യലേപനം, ഏത് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കൊട്ടത്തിന് 2, 3, 4 സങ്കീർത്തനങ്ങളാണ് പാടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സങ്കീർത്തനങ്ങൾ വളരെയുണ്ട്. പക്ഷേ ഈ സങ്കീർത്തനങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഔദ്യോഗികമായ പ്രാർത്ഥനകളുടെ ഭാഗമാകുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിത ചര്യയുടെ ഭാഗമായിട്ട് സങ്കീർത്തനങ്ങൾ മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ, സങ്കീർത്തനങ്ങൾ വായിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ എൻ്റെ ഒരു സമകാലികമായ കാലഘട്ടത്തിലാണെന്നൊക്കെ ഇപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങൾക്ക് ശേഷം സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ കുറേ പേര് വന്നിട്ടുണ്ട്. അതിലെ ഈ സങ്കീർത്തനങ്ങളുടെ ആ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ രീതികൾ ഫലവത്താകണമെങ്കിൽ ആ സങ്കീർത്തനങ്ങളുടെ വൈവിധ്യങ്ങൾ, ഓരോ സങ്കീർത്തനങ്ങളിലും ഉള്ള അതിൻ്റെ രൂപപ്പെട്ടതിൻ്റെ കാരണം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘടന, അതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കീർത്തനങ്ങളോട് വലിയൊരു താല്പര്യം ഉണ്ടാവും. ഞാൻ ഓർക്കുന്നു, ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന അവസരത്തിൽ ഈ 3.5 വർഷം കൊണ്ട് ദൈവശാസ്ത്രം 7 സെമസ്റ്ററിൽ പഠിക്കണമല്ലോ. അത് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ മുഴുവൻ ക്ലാസ്സാണല്ലോ. അപ്പോൾ നമുക്ക് ഈ അതിൻ്റെ ഇടയിൽ ബൈബിൾ മുഴുവൻ പഠിച്ചു തീർക്കണം. പഠിക്കുക വെച്ചാൽ ബൈബിൾ കാണാവണം പഠിക്കുകയല്ല, എല്ലാ ബൈബിളിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒരു ചെറിയ രീതിയിലുള്ള ക്ലാസ്സുകൾ ഈ 7 കൊല്ലം കൊണ്ട് 7 സെമസ്റ്ററിൻ്റെ ഇടയിൽ തീരും. അപ്പോൾ സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അന്ന് പഠിക്കാനുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ചിരുന്നത് ജോസഫ് തുരുത്തുമാലി എന്ന് പറയുന്ന ഒരു വൈദികനായിരുന്നു, ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട എൻ്റെ ഗുരു. അപ്പോൾ അദ്ദേഹം സങ്കീർത്തനങ്ങളെക്കുറിച്ച് വളരെ ഞങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുമ്പോൾ ഒരു 10 സങ്കീർത്തനമൊക്കെ വായിച്ചു വരണം എന്ന് പറയും. അപ്പോൾ കുറേ ഉണ്ട് വായിക്കാനായിട്ടേ. അപ്പോൾ അതിനെ പോലെ ബാക്കി ക്ലാസ്സുകളും ഉണ്ടല്ലോ. അന്നൊന്നും ഞാനത് അത്ര കാര്യമായിട്ട് വായിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് അച്ഛൻ പുസ്തകങ്ങളൊക്കെ പലതും എഴുതി തന്നു. അപ്പം അച്ഛൻ്റെ ഒരു പുസ്തകം അച്ഛൻ എനിക്ക് തന്നെ എഴുതി കയ്യൊപ്പിട്ട് തന്ന ഒരു പുസ്തകമാണിത്. അച്ഛൻ്റെ ദൈവാനുഭവം സങ്കീർത്തനങ്ങളിലൂടെ. ആ വാക്ക് ഹെഡിങ് തന്നെ വളരെ ഒരു അനുഭവപരമായ പ്രാർത്ഥനയാണ് സങ്കീർത്തനം എന്ന് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഈ തുരുത്തുമാലി അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ആ അച്ഛനുമായിട്ട് ഞാൻ നല്ല അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴും അച്ഛൻ്റെ ഒപ്പം വർക്ക് ചെയ്തതാണ്. അച്ഛന് പ്രായമായ അവസരത്തിലേക്ക് പോയി കാണുമായിരുന്നു. ശവസംസ്കാരത്തിന് ഞാൻ പോയിരുന്നു. അതുപോലെ എനിക്ക് സങ്കീർത്തനങ്ങളോട് അച്ഛനോടുള്ള ഒരു അടുപ്പത്തിൽ നിന്നാണ് കുറച്ചൊക്കെ സങ്കീർത്തനങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതുപോലെ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ഇപ്പോൾ ആലപ്പി രൂപതയുടെ പിതാവായിട്ടിരിക്കുന്ന ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചെറുപ്പത്തിലെ ഇങ്ങനെ സെമിനാറിൽ ഉള്ളപ്പോൾ അന്ന് മുതലേ അദ്ദേഹത്തിന് ബൈബിൾ ഇഷ്ടമാണ്. അപ്പോൾ ഈ അടുത്തൊക്കെ അച്ഛനായി കഴിഞ്ഞ് ഞാൻ സ്റ്റാഫിൽ വന്നു. അവിടെ മംഗലപ്പുഴ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കർമ്മലഗിരിയിൽ വന്നിരുന്നു. അദ്ദേഹം എന്നിൽ ഒത്തിരി ഈ സങ്കീർത്തനങ്ങളുടെ താല്പര്യം വളർത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞു, വിൻസെൻ്റ് സങ്കീർത്തനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് നന്നായിട്ട് ഹീബ്രുവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആൾ പഠിച്ചിട്ടുള്ളത് ബൈബിളാണ്.
അപ്പോഴൊക്കെ ഈ സങ്കീർത്തനം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഓരോന്നും അതിൻ്റെ ഓരോ പുസ്തകങ്ങളും ഓരോ സങ്കീർത്തനങ്ങളുടെ രീതികൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് സ്തുതിപ്പിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ എനിക്ക് നന്ദി പറയേണ്ട ഒരു മനസ്സോടുകൂടെ ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ എനിക്ക് ആ സ്തുതിപ്പിൻ്റെ കുറച്ച് സങ്കീർത്തനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. എനിക്ക് ഭയങ്കര ദുഃഖമാണ് വരുന്നതെങ്കിൽ, നിരാശയാണ് വരുന്നതെങ്കിൽ, വേദനയാണ് വരണമെങ്കിൽ, സഹനമാണ് വരുന്നതെങ്കിൽ അതിന് പറ്റിയ സങ്കീർത്തനങ്ങൾ ഇവിടെയുണ്ട്. വിലാപത്തിൻ്റെ സങ്കീർത്തനങ്ങളുണ്ട്. എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചാലേ നമുക്ക് കുറച്ച് സങ്കീർത്തനങ്ങളെക്കുറിച്ചൊരു പ്രാഥമികമായ ഒരു വിവരം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സങ്കീർത്തനങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിച്ചു പോവും എന്നല്ലാതെ ചില ഭാഗങ്ങളൊക്കെ അതിന് കാണാവടം പഠിച്ച് നമ്മൾ കോട്ട് ചെയ്യും അവിടെ ഇവിടെയൊക്കെ. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൻ്റെ താളലയങ്ങൾക്ക് അനുബന്ധിച്ച് തന്നെയാണ് സങ്കീർത്തനങ്ങളെ പ്രാർത്ഥനാ രീതിയായിട്ട് കൊണ്ടുപോകാം. അതാണ് ഈ അങ്ങന്ന് ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ സാഹിത്യ രൂപങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് എല്ലാവരും പറയുന്നത് പണ്ടേ മുതൽ സങ്കീർത്തനങ്ങൾ 5 പുസ്തകങ്ങളായിട്ട് രൂപപ്പെട്ടതെന്നൊക്കെയാണ്. അതെന്ന് തുടങ്ങി എത്ര വരെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ 2-3 തരത്തിലുള്ള വേർഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷെ പൊതുവേ നമ്മൾ പറയുക 5 വിഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ദുരിതപാലിച്ചനൊക്കെ പുസ്തകത്തിൽ അത് 14ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അതിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തതകളെ കണക്കിലെടുത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഈ 5 എണ്ണം മെയിനായിട്ടും ആ 5 എണ്ണത്തിൽ തന്നെ ഓരോന്നിനുള്ള ഉപവിഭാഗങ്ങളാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ. അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ സങ്കീർത്തനങ്ങളിലെ ഒരു കുറേ സങ്കീർത്തനങ്ങൾ നല്ലൊരു ശതമാനവും അത് സമ്പൂർണമായ സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അതിപ്പോൾ സങ്കീർത്തനം 8, 19, 29, 33 അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത് മുഴുവൻ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഈ സങ്കീർത്തനങ്ങളുടെയൊക്കെ പ്രത്യേകത സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ആരാധന. അപ്പം നന്ദി പറച്ചിലല്ല അത്. എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കാര്യത്തിന് നന്ദി പറയാനും അല്ല. ഇപ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം, പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും ഇല്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലൂടെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങൾ എടുത്താൽ മതി. അതിപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ഈ 150 സങ്കീർത്തനം ഓരോന്നിൻ്റെ എല്ലാം അവിടെ വെച്ച് പറയാൻ പറ്റില്ല. അപ്പം അവർക്ക് മനസ്സിലാക്കാം സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങൾ അവർ പിന്നീട് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയാൽ ആ ബൈബിൾ തന്നെ തുറന്നു നോക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ ആദ്യ ഭാഗത്ത് POC ബൈബിൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സ്തുതിപ്പിൻ്റെ സങ്കീർത്തനങ്ങൾ വരുന്നത് കൂടുതലും ആരാധനാ ശുശ്രൂഷകളിൽ. അന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത ബലികൾ അർപ്പിക്കുന്നതിനോട് ചുറ്റുപറ്റിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ആരാധനയോടും ബലിയോടും ചേർന്നാണ്. അവൻ്റെ കാരുണ്യം എന്നും നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്ന, അപ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ തിരുനാളുകളിൽ യഹൂദ സമുദായം, ഇസ്രായേൽ ജനത ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ സ്തുതിപ്പുകൾ. ഇനി ആ സ്തുതിപ്പുകളിൽ തന്നെ പല രീതിയിലുള്ള സ്തുതിപ്പുകളുണ്ട്. അതാണ് തുരുത്തുമാരച്ചൻ ഉപവിഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സ്തുതിപ്പിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് സങ്കീർത്തനം, അതിൽ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുന്ന, ദൈവത്തെ ഒരു രാജാവായി കണ്ടുകൊണ്ട് മഹത്വപ്പെടുത്തുന്ന സ്തുതിപ്പുകളുണ്ട്. ഇപ്പോൾ 47, 93, 96 ഈ സങ്കീർത്തനങ്ങളൊക്കെ ദൈവത്തിൻ്റെ യഹോവയെ ഒരു രാജാവായിട്ട്. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാചകങ്ങൾ നോക്കിയാൽ അറിയാം. ഭാവനാസ്പദമായിട്ട് കവി എഴുതുവാണ്, ആ രീതിയിൽ എഴുതുകയാണ്. സിംഹാസനത്തിലേക്ക് ചവിട്ടിക്കയറുന്ന യഹോവയെ ജനം കണ്ട് കൈയടിച്ചപ്പോൾ സിംഹാസനത്തിലേക്ക് കയറുന്ന, അപ്പോൾ നമുക്കത് ഓർക്കാം യഹോവയെ ഒരു രാജാവായിട്ടാണ് അവിടെ കാണുക. അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന യഹോവയെ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതൊരു രാജ്യത്വത്തിൻ്റെ ഒരു തരത്തിലുള്ള സ്തുതിപ്പാണ്. അതുപോലെ സെഹിയോൻ്റെ സ്തുതിപ്പുണ്ട്. സെഹിയോനെ ഓർത്തുകൊണ്ട്, സെഹിയോൻ എന്ന് പറയുന്നത് ഈ യഹോവ വസിക്കുന്ന ഇടമാണ്. അപ്പോൾ അവിടെ കാണും സൈന്യങ്ങളുടെ കർത്താവായ യാഹോവയുടെ പട്ടണമായും അത്യുന്നതൻ്റെ വാസസ്ഥലമായും
സഹിയോനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ 48-ാം സങ്കീർത്തനത്തിലുണ്ട്, 77-ാം സങ്കീർത്തനത്തിലുണ്ട്. ഇങ്ങനെ പല പല സങ്കീർത്തനങ്ങളിൽ ഈ സെഹിയോൻ എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ ആവാസ ഇരിപ്പിടമൊക്കെ ആയിട്ട് കാണുന്ന സ്വർഗത്ത് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാടിനോടൊക്കെ ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്തുതിപ്പിൻ്റെ കീർത്തനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിവിടെ കണ്ടത് 3 തരത്തിലുള്ള എന്ന് പറയുക. ഒന്ന് സ്തുതിപ്പിൻ്റെ കോമൺ ആയിട്ട് നമുക്ക് പറയാം. അതിൽ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുന്ന സ്തുതിപ്പുകളുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ. അങ്ങനെ 5 ഗ്രൂപ്പുണ്ട്. ഇങ്ങനത്തെ 5 ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ വിലാപങ്ങളാണ്. ഈ വ്യക്തിയുടെ വിലാപത്തിൽ പോലെ തന്നെ വ്യക്തിയുടെ നന്ദി പറച്ചിലുണ്ട്, വ്യക്തിയുടെ ശരണം ഏറ്റുപറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ വ്യക്തിയുടെ വിലാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ്. അപ്പോൾ ആ നിലവിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിനു മുമ്പ് അവൻ്റെ ദുഃഖങ്ങളെ വിവരിക്കും. അപ്പോൾ സങ്കീർത്തകൻ്റെ ദുഃഖങ്ങളുടെ വിവരണം കാണും. അവൻ കടന്നു പോകുന്ന അവൻ്റെ സമസ്യകളെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ആവശ്യങ്ങളെക്കുറിച്ച്, ആവലാതികളെക്കുറിച്ചൊക്കെ ഉള്ള എന്നിട്ട് അവൻ്റെ ആ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ചില സങ്കീർത്തനങ്ങളുണ്ട്. ഭയങ്കര പോയട്രിയാണ്, കാവ്യഭാവന. ഇപ്പോൾ ഒരു 102-ാം സങ്കീർത്തനത്തിലെ 7-ാം വാചകം പറയുന്നത് എങ്ങനെയാണ്? പുരമുകളിൽ തനിച്ചിരിക്കുന്ന കുരുവിയെ പോലെയാണ് ഞാൻ. ഏകാന്തതയെക്കുറിച്ച് പറയണം. പുരമുകളിൽ തനിച്ചിരിക്കുന്ന കുരുവി. അപ്പം നമ്മൾ ഏകാന്തത അനുഭവിച്ച് ദുഃഖിക്കുന്ന ഒരാൾ ആ ഒരു സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഏകാന്തതയെ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാനും, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ വേദനയിൽ അവസാനിപ്പിക്കില്ല ഒരു സങ്കീർത്തനവും. അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ വിലാപത്തിൻ്റെ സങ്കീർത്തനങ്ങളിലെ അത് കഴിഞ്ഞിട്ട് ദൈവത്തിലെ ഒരു സംരക്ഷണം കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയും അതിലുണ്ടാവും, പ്രത്യാശയിലും ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇങ്ങനെ ദുഃഖങ്ങൾ വിവരിക്കും, നിരാശ വിവരിക്കും, അത് കഴിഞ്ഞിട്ട് സഹായം അഭ്യർത്ഥിക്കും, എന്നിട്ട് പറയും നീയാണല്ലോ എൻ്റെ സംരക്ഷണം, നന്മയും നന്മയും ഒക്കെ നീയാണല്ലോ തരുന്നത്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യും. അതാണ് ഈ വിലാപങ്ങൾ, വ്യക്തിയുടെ വിലാപങ്ങൾ. അതുപോലെ തന്നെ വ്യക്തിയുടെ നന്ദി പറച്ചിലുണ്ട്. പല കവികളും അവരുടെ കാവ്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സങ്കീർത്തനത്തിന് ഇത് ഏകാന്തിയെ കുറിച്ച് പറഞ്ഞാൽ ഓസ്കർ വൈൽഡൊക്കെ സോളിറ്ററി പേപ്പർ എഴുതിയിട്ടുള്ളതൊക്കെ ഇതൊക്കെ വായിച്ചിട്ടായിരിക്കും. ഇതുങ്ങൾ വായിച്ചിട്ടാണ്. അതായത് അവരിത് ഉൾക്കൊണ്ടിട്ട് ധ്യാനിച്ചിട്ട് അവർ ആ ഒരു മൂഡിലേക്ക് കടന്നു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഉൾത്തോന്നിപ്പുകളെ കുറെ കൂടി സംവഹിക്കാൻ അവർക്ക് പുതിയ ഭാഷയുടെ ഇതിലായിരിക്കും അവർ എഴുതുന്നത്. പക്ഷേ ഇതിൻ്റെ അതുകൊണ്ടാണ് ഒത്തിരി കവികളും ഒക്കെ അങ്ങനെ പറയുന്നത്. നന്ദി പറച്ചിലും ഇതുപോലെ തന്നെയുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കുമ്പോൾ സഹായമുണ്ടാകുമെന്നുള്ള തീർച്ചയിൽ സങ്കീർത്തകൻ നന്ദി പറയാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇതിലുള്ള തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ നന്മകൾക്ക് ഓർത്ത് മാത്രമല്ല നന്ദി പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള പ്രത്യാശ കൂടി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥനകളുമുണ്ട്. അത് ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു ഉന്നത പടിയാണ്. യേശുവിനാസനമർപ്പിക്കുന്നതിന് മുമ്പ് അങ്ങനെ നന്ദി പറയണ്ടല്ലോ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. അപ്പോൾ അത്രയും പ്രത്യാശ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ അപകടങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നന്ദി പറയണുണ്ട്. അപ്പം വ്യക്തികൾ നന്ദി പറയുന്ന പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളുണ്ട്. അതുപോലെ വ്യക്തിയുടെ ശരണം, പ്രത്യാശ വയ്ക്കുന്ന പ്രാർത്ഥനകളുമുണ്ട്. ഉദാഹരണം, നിന്നിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ശരണപ്പെട്ടു, അവർ ശരണപ്പെട്ടു, നീ അവരെ രക്ഷിക്കുകയും ചെയ്തു, അതുകൊണ്ട് ഞാനും നിന്നിൽ ശരണപ്പെടുന്നു. എൻ്റെ പിതാക്കന്മാരെ സംരക്ഷിച്ച ദൈവമേ എന്നെയും രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ മാതാപിതാക്കന്മാരെ നേർവഴിക്ക് നടത്തിയ ദൈവമേ. അപ്പോൾ 3 രീതിയിൽ അവിടെയും നമ്മൾ കാണുകയാണ്. വ്യക്തിയുടെ വിലാപങ്ങളുണ്ട്, വ്യക്തിയുടെ നന്ദി പറച്ചിലുണ്ട്, വ്യക്തിയുടെ ശരണ സങ്കീർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ ശരണവും വിലാപവും നന്ദിയും അപ്പോൾ വേറെ 3 നേരത്തെ പറഞ്ഞ 3 6. അപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് ഈ വ്യക്തിയുടെ കാര്യങ്ങളാണ്. ഇനി അടുത്തത് സമൂഹത്തിൻ്റെയാണ്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. സമൂഹത്തിൻ്റെ അവിടെയും ഉണ്ട് വിലാപകീർത്തനം, നന്ദി പറച്ചിൽ, ശരണം. അപ്പോൾ ഈ അപ്പോൾ നമ്മളൊരു സംഘാതമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഇടവകയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ത സംഘടനയുടെ ഒരുമിച്ചുള്ളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എടുക്കാം. ഇപ്പോൾ ദേശീയ ദുഃഖത്തിലും ദുരിതത്തിലും അപമാനത്തിലും പ്രഖ്യാപിക്കപ്പെടുന്ന പ്രാർത്ഥന, ഉപവാസം തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിലാപകീർത്തനങ്ങൾ വന്നത്.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേരളം മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ശ്രദ്ധ പതിഞ്ഞ നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലെ വലിയ സങ്കടം, അതുപോലെ മുണ്ടക്കൈ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നടന്ന അവിടെ നമ്മൾ ഒരു മനോഹരമായ കാഴ്ച പോലും കണ്ടു. മതം ഏതാണെന്ന് ഒന്നും അറിയാത്ത ബോഡികൾ, ആരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശരീരഭാഗങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു വഴക്കുമില്ല കേട്ടോ. 3 മതക്കാർ ഒരുമിച്ച് നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ മതത്തിൻ്റെ ജോലി ചെയ്യുന്ന എല്ലാവരും അവിടെ ഉണ്ട്, ജനങ്ങളും ഉണ്ട്, ഒരു പ്രശ്നവുമില്ല, ഒരുമിച്ച് നിന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. അതിപ്പോൾ ഇത് കഴിഞ്ഞാൽ അത് കഴിയും. പക്ഷേ അതാണ് നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥ. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാകുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ വേദന പൊട്ടി ഓരോന്ന് വരിക. നമ്മൾ അതിൽ തന്നെ വളരെ മനോഹരമായൊരു കാര്യം കണ്ടു. ഒരു അമ്മാമ്മ ഒരു മകളൊക്കെ ആയിട്ട് വാട്സപ്പിലൊക്കെ കണ്ടുപോകാനും പ്രചരിച്ചിരുന്നത്. വീട്ടിൽ അവൾ ഇങ്ങനെ നോക്കിയപ്പോൾ ചൂട്ടഴി മാത്രം പുറത്ത്, അതിലൂടെ ഇച്ചിരി വെളിച്ചം പറഞ്ഞ കണ്ടു. വീട് അടിയെ പോയി. അതിൻ്റെ അമ്മാമ്മ പുറത്തേക്ക് ചാടി. അങ്ങനെ ചാടിയിട്ട് താഴെയുള്ള പേരക്കുട്ടി പറയാണ്, എന്നെ രക്ഷിക്കണം അമ്മാമ്മേ എന്ന് താഴെ നിന്ന് വിളിച്ചു പറയണം. അപ്പോൾ ആ അമ്മാമ്മ വീണ്ടും താഴെ ഇറങ്ങി ആ കുട്ടീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച്, അപ്പോഴേക്കും വയ്യാണ്ടിരിക്കുന്ന ഒരു മകളോ ഒരു അനിയത്തിയോ ആരാണ്ട് അതിനെയും കൂടി എടുത്ത്, എന്നിട്ട് ആ അമ്മച്ചി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റുമുട്ടിയും ഇതിൻ്റെ ഉള്ളിലൂടെ ഓടിപ്പിടിച്ചും പുഴ കടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കെട്ടിടം ഉരുണ്ടു വരുവാണ്. ആ വെപ്രാളത്തിൽ അത് കഴിഞ്ഞ് കാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കൊമ്പൻ്റെ മുന്നിലാണ് ചെന്ന് നിൽക്കണേ. അപ്പോൾ ഈ കൊമ്പനോട് ഈ അമ്മാമ്മ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങൾ ദുരിതത്തിൽ നിന്നാണ് വരണത്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരണം ആന കണ്ണീർ പൊഴിച്ച് കാവല് നിന്നു എന്നാണ് പറയുന്നത് രാവിലെ വരെ. അപ്പോൾ അത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ സമൂഹത്തിൻ്റെ വിലാപം രൂപപ്പെടുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ കരകയറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന നന്ദി പറച്ചിൽ, അതാണ് സമൂഹത്തിൻ്റെ വേറെ നന്ദി പറച്ചിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ശരണമാണ് ശരിക്കും ആനയോട് അമ്മച്ചി പറയുന്നത്, ചതിക്കരുത് ഞങ്ങളാകെ. അപ്പോൾ അത് ഒരു മൃഗം പോലും മനസ്സിലാക്കി എന്നുള്ള, മൃഗത്തിന് പോലും ആ ഭാഷ മനസ്സിലാവും. കാരണം മൃഗവും ഒരു പക്ഷേ അതുപോലെ ആനകളെല്ലാം മുമ്പ് തന്നെ ഓടി ചെന്ന് രക്ഷപ്പെട്ടെന്നല്ല പറയണത്. അപ്പോൾ ഇതുപോലെ അർജുൻ അല്ലെങ്കിൽ ഭൂമി കുലുക്കം, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമുക്ക് പലതും, അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, നമുക്ക് കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ ഇസ്രായേൽ ജനത ഒരുമിച്ച് കടന്നു പോയിട്ടുണ്ട്. അതാണ് ഈ സമൂഹത്തിൻ്റെ വിലാപകീർത്തനങ്ങൾ, സമൂഹത്തിൻ്റെ നന്ദി പറച്ചിൽ, സമൂഹത്തിൻ്റെ ശരണ സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വേറൊരു 3 എണ്ണം കൂടിയായി, 9 എണ്ണം കഴിഞ്ഞു. പിന്നെ വരുന്നത് രാജകീയ സങ്കീർത്തനങ്ങളാണ്. ഈ രാജകീയ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് രാജാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി കണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന, രാജാവിന് വേണ്ടിയും രാജാവിനോടും പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള സങ്കീർത്തനങ്ങൾ ഉണ്ട്. അതായത് വ്യക്തിയായ രാജാവ് എല്ലാ കാര്യങ്ങളും അവരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനത, ഇസ്രായേൽ ജനത യഹോവയുമായിട്ടുള്ള ആ ഉടമ്പടി അല്ലെങ്കിൽ ഉള്ള ആ സമയത്ത് ബന്ധത്തിൽ പലപ്പോഴും രാജാവും യഹോവയും തമ്മിലാണ് ഇതിൻ്റെ ഇടപാടുകളും സമ്പർക്കങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് രാജാവ് തെറ്റ് ചെയ്താൽ ജനം മുഴുവൻ തെറ്റുകാരാകുന്നു, രാജാവ് നന്മ ചെയ്താൽ ജനത്തിന് മുഴുവൻ അനുഗ്രഹം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രാജാവിൻ്റെ ബഹുമാനാർത്ഥം അവർ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു. രാജവംശം നിലനിൽക്കട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനകളുണ്ട്, രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മൾ ആലോചിക്കും സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് തമ്പുരാൻ ഈ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു അർത്ഥത്തിലാണ്. അവരുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് രാജാവിനെ കാണുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടും ഒരു രാജാവിനെ കാണുന്നു. ആ രീതിയിലുള്ള ചില സങ്കീർത്തനങ്ങൾ രാജ്യത്വ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇനി അതൊരു 4ാമത്തെ ഒരു ഗ്രൂപ്പ്. പിന്നെ ഒരെണ്ണം വരുന്നത് വിജ്ഞാന സങ്കീർത്തനങ്ങളാണ്. ഈ വിജ്ഞാന സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് പണ്ഡിതരും കവികളുമായ ആളുകൾ ധ്യാനത്തിലൂടെ ആധ്യാത്മികമായ വിചാരങ്ങൾ പ്രാർത്ഥനാരൂപത്തിൽ, ഗാനരൂപത്തിൽ രചിച്ചതാണ്. അപ്പോൾ അവിടേക്ക് വരുന്നത് കുറേ കൂടി ദർശനങ്ങളാണ്. നീ തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുക, നീതിമാൻ വാഗ്ദാന ഭൂമി കരസ്ഥമാക്കുമ്പോൾ ദുഷ്ടൻ ദൈവത്തിൻ്റെ നീതിയെ നേരിടേണ്ടി വരും. ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് വിജ്ഞാന സങ്കീർത്തനങ്ങൾ. വേറൊരു ഗ്രൂപ്പാണ് ചരിത്രപരമായ സങ്കീർത്തനങ്ങൾ. അപ്പോൾ ചരിത്രപരമായ സങ്കീർത്തനത്തിൽ ചരിത്രത്തിൽ നമ്മൾ അനുഭവിച്ച ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും സംരക്ഷണയെക്കുറിച്ചും ഇസ്രായേൽ ഓർത്തുകൊണ്ട് ചരിത്രത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ചരിത്രപരം. അപ്പോൾ നമ്മൾ നേരത്തെ 3 എണ്ണം വെച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് രാജ്യത്വ സങ്കീർത്തനങ്ങൾ ഒരെണ്ണം,
പിന്നെ വിജ്ഞാന സങ്കീർത്തനങ്ങൾ മറ്റൊന്ന്. അപ്പോൾ രാജകീയ സങ്കീർത്തനങ്ങൾ 10, വിജ്ഞാന സങ്കീർത്തനങ്ങൾ 11, ഈ പണ്ഡിതന്മാരും കവികളും പറഞ്ഞത്. പിന്നെ 12 ചരിത്രപരമായ സങ്കീർത്തനങ്ങൾ, 13 പ്രവചനപരമായ സങ്കീർത്തനങ്ങൾ, അതായത് വാഗ്ദാനത്തിൻ്റെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളെ രക്ഷിക്കും. അതുപോലെ നാശത്തിൻ്റെയും തെറ്റായിട്ടുള്ള ആണെങ്കിൽ ശിക്ഷയുടെ ചില കാര്യങ്ങൾ പ്രവചിക്കുന്ന മുന്നറിയിപ്പുകൾ, അതൊക്കെ അങ്ങനെയുള്ള അരുളപ്പാടുകൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ആനുകാലിക പ്രശ്നങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതാണ് പ്രവചനപരമായ സങ്കീർത്തനങ്ങൾ. ഇനി അവസാനത്തെ 14 എന്ന് പറയുന്ന ആ ഗണം എന്ന് പറയുന്നത് ലിറ്റർജി സങ്കീർത്തനങ്ങൾ എന്ന് പറയും. ലിറ്റർജി എന്ന് പറഞ്ഞാൽ ആരാധനക്രമം. അതായത് അങ്ങനെ 3 സങ്കീർത്തനങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ആ സങ്കീർത്തനങ്ങളിൽ 15, 24, 134 അങ്ങനത്തെ സങ്കീർത്തനങ്ങൾ. അതിൽ കാണുന്നത് ദേവാലയ പ്രവേശനത്തിലേക്ക് കയറുമ്പോൾ ദേവാലയത്തിലുണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമ്മളൊരാൾ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾക്കുണ്ടാകേണ്ട ശുദ്ധിയെക്കുറിച്ച്. അപ്പോൾ ഇതാണ് ഈ ലിറ്റർജിയോട് ബന്ധപ്പെട്ട് കേട്ട സങ്കീർത്തനം. അപ്പോൾ ഇങ്ങനെ 14 തുരുത്തുമാലിയച്ചൻ അതിനെ തിരിച്ചിട്ടുണ്ട്. പൊതുവേ ഇത് ആദ്യത്തെ 3 ഗണവും പിന്നെയുള്ളതിനെ ചരിത്രപരവും വിജ്ഞാനപരവും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മാനസികമായ അവസ്ഥയ്ക്ക്, ആനന്ദത്തിന്, സന്തോഷത്തിന്, സമാധാനത്തിന്, ദുഃഖത്തിന്, വിലാപങ്ങൾക്ക്, നിരാശയ്ക്ക്, നമുക്ക് എല്ലാ വികാരങ്ങളും ഉണ്ടല്ലോ, നല്ലതും തീയതുമായ. ഏത് വികാരങ്ങളിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത്, ഒരു സമൂഹം കടന്നു പോകുന്നത്, ആ അനുഭവത്തിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനാ മാധ്യമമാണ് സങ്കീർത്തനങ്ങൾ. അതിന് സൂട്ടബിളായിട്ടുള്ള സങ്കീർത്തനമുണ്ട്, എല്ലാത്തിനും പറ്റിയ സങ്കീർത്തനങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സങ്കീർത്തനങ്ങൾ രചിക്കാം. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ഈ വിശദീകരണം നമുക്കിവിടെ ഈ വൈൻഡപ്പ് ചെയ്യാം. വളരെ വിശദമായിട്ട് സങ്കീർത്തനങ്ങളുടെ 14 രൂപങ്ങളെക്കുറിച്ച് 5 ഗ്രൂപ്പുകൾ വീണ്ടും സബ് ഡിവിഷൻസായിട്ട് പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളെ കൂടുതലുള്ള യാത്രയിലെ ഈ എപ്പിസോഡ് കൂടെ കംപ്ലീറ്റ് ആവുകയാണ്. സങ്കീർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അച്ഛൻ വിശദീകരിച്ചു. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.